ഈ ചികിത്സയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള മരുന്നിന്റെ ലഭ്യത എങ്ങനെയാണെന്നൊന്ന് പറയാമോ? ഏതൊരു പാരമ്പര്യ വൈദ്യനും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ് മരുന്നിൻ്റെ ലഭ്യത. പക്ഷേ 9 തലമുറ മുമ്പ് നമ്മൾക്ക് ഉള്ള ആ യോഗപ്രകാരമുള്ള എല്ലാ മരുന്നുകളും ചേർത്ത് മാത്രമാണ് നമ്മൾ മരുന്ന് നിർമ്മിക്കുള്ളൂ. ഇവിടെ സ്വന്തമായിട്ട് ഔഷധത്തോട്ടമുണ്ട്. അതിൽ ഇല ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട്, തൊലി ഉപയോഗിക്കുന്നുണ്ട്, വേര് ഉപയോഗിക്കുന്നുണ്ട്, കായ, പൂവ്, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഇതുണ്ട്. അതിൽ വേരുകളായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളെ നമ്മൾക്ക് സംരക്ഷിച്ച് വളർത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് നമ്മൾ ഒരിക്കൽ പിഴുതെടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി നശിച്ചു പോകുന്നു. അപ്പോൾ ഇലമരുന്നുകളും അതുപോലെ തന്നെ കായ, പൂവ്, അങ്ങനെയുള്ള മരുന്നുകളെല്ലാം നമ്മൾ ഔഷധത്തോട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മറ്റു മരുന്നുകൾ അട്ടപ്പാടി അല്ലെങ്കിൽ നെല്ലിയാമ്പതി മേഖലകളിലെ ആദിവാസികൾ ശേഖരിച്ച് നമുക്ക് തരാനാണ് പതിവ്. എല്ലാ മരുന്നുകളും ചേർത്തിക്കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ പാരമ്പര്യ ഔഷധങ്ങൾ തയ്യാറാക്കുന്നത്. ഇതിൽ വേറൊരു ദൂഷ്യഫലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു മരുന്ന് നമ്മൾ ഒഴിവാക്കുന്നു എന്ന് വിചാരിക്കുക. ഈ മരുന്നുകളുടെ പല മരുന്നുകളും വിഷതുല്യമായിട്ടുള്ള മരുന്നുകളുണ്ടാവും. അതിന്റെ വിഷത്തിന്റെ വീര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും വേറൊരു പ്രതിമരുന്ന് ഉപയോഗിക്കും. അപ്പൊ നമ്മൾ ഒഴിവാക്കുന്ന മരുന്ന് ഏതെങ്കിലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുന്ന മരുന്ന് പ്രതിമരുന്നാണെങ്കിൽ നമ്മൾ ആദ്യം ചേർത്ത മരുന്നിന്റെ വിഷത്തിന്റെ വീര്യം അതിലുണ്ടാവും. പല ചെടികൾക്കും വിഷത്തിന്റെ തുല്യമായ പ്രശ്നങ്ങളുള്ള ചെടികളുണ്ടല്ലോ, അറിയാലോ, എല്ലാവർക്കും അറിയാം. പ്രകൃതിയിൽ എല്ലാ നല്ല ചെടികളും ഉണ്ട്, ഭക്ഷിക്കാൻ പറ്റുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള പ്രതിമരുന്നുകൾ ഏതെങ്കിലും ഒഴിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരുന്നിന് അതിൻ്റെതായ ഗുണം ലഭിക്കില്ല. അപ്പോൾ എല്ലാ മരുന്നുകളും ചേർന്നാൽ മാത്രമേ ഈ ഒരു മരുന്ന് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അത് അന്ന് മുതൽക്ക് ഇന്ന് വരെ അങ്ങനെ തന്നെയാണ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ പോയിസണുള്ള മരുന്നുകൾ ഉണ്ട്. നമ്മൾ ഗുൽഗുലു അതുപോലെയുള്ള മരുന്ന്, അതുപോലെ കൊടിവേലി, ഇതെല്ലാം നമ്മൾ ശുദ്ധി ചെയ്തിട്ടാണ് നമ്മൾ ചേർക്കുക. ഇതെല്ലാം ശുദ്ധി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ വിഷത്തിൻ്റെ അംശം പൂർണ്ണമായും പോയി ഔഷധത്തിൻ്റെ ഗുണം വരും. അപ്പോൾ നമ്മൾ ശുദ്ധി ചെയ്യേണ്ട മരുന്നുകൾ നീർവാളം പറഞ്ഞ വളരെ ഒരു കുരുവാണ്. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആൾ ചിലപ്പോൾ വയറിളകിയിട്ട് മരിച്ചു പോകും. അതിന് നമ്മൾ എരുമച്ചാണകത്തിൽ പുഴുങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ ശുദ്ധി ചെയ്തിട്ടൊക്കെയാണ് നമ്മളത് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ മരുന്ന് ഉണ്ടാക്കുന്നത് കുറേ ഇലകൾ കൊണ്ടുവന്നിട്ട് അരച്ച് ഉണ്ടാക്കുന്നതല്ല, അതിൻ്റെ കുറേ പ്രൊസീജിയർ ഉണ്ട്. അത് കൂടെയൊക്കെ കടത്തി വിട്ടിട്ടാണ് ഒരു കുപ്പിയിൽ വരുന്ന മരുന്ന് അത്രയും പ്യുവറാണെന്ന് നമുക്ക് 100% ഉറപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് വേറൊരു പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും പ്യുവറായിട്ടാണ് നമ്മൾ മരുന്ന് ഉണ്ടാക്കുന്നതും മരുന്ന് നിർമ്മിക്കുന്നതും അതിൻ്റെ തേടിപ്പിടിക്കുന്നതെല്ലാം അത്രയും കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലഭ്യതയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് സ്വന്തമായിട്ട് ഔഷധത്തോട്ടമുള്ളത് കൊണ്ടും മറ്റുള്ള ആദിവാസി സമൂഹത്തിൽ ഒരുപാട് സൗഹൃദങ്ങൾ ഉള്ളതുകൊണ്ടും അവരെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സഹായം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും കുറഞ്ഞ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. എല്ലാം ഇപ്പം ഔഷധത്തോട്ടം ഇല്ലയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങിക്കണം. അപ്പോൾ ഈ നമ്മൾക്ക് വരുന്ന സാമ്പത്തിക ബാധ്യത മുഴുവൻ രോഗികളുടെ ശരീരത്തിൽ സാമ്പത്തികത്തിൽ അടിച്ചേൽപ്പിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന മരുന്നുകളെല്ലാം നമ്മൾ ശേഖരിച്ചതിന് ശേഷം മരുന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് അത്രേ കുറവ് കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. ഇതൊരു പാരമ്പര്യ ചികിത്സ എന്നതിനെ കൊണ്ട് നമ്മൾക്ക് ഇതിന് സാമ്പത്തികത്തിന് നമ്മൾ മുൻതൂക്കം കൊടുക്കാറില്ല. അത് പണ്ടും പിന്നോട്ട് തലമുറ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ കൂടുതലുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്.